Hello everyone, this is Adarsh here from Icon60 AutoCustoms. Today we gonna introduce one of our recent project, that is Toyota Innova Crysta 2017 model. We got customized with Lamborghini Urus style custom body kit. So coming to the front bumper side, ഇതിൽ മേജറായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു അഗ്രസീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹണി സ്ട്രക്ചേർഡ് ഗ്രില്ലാണ് നമ്മൾ മേജറായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്യുവർലി ഒരു മെഷീൻ കർവ്ഡ് ഡിസൈനാണ്. അതേപോലെ തന്നെ ഈ ഒരു ബമ്പറിൻ്റെ മേജർ ഗ്രില്ലിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ലോവർ പാർട്ടിൽ സെയിം സ്ട്രക്ചേർഡ് ഒരു ഗ്രില്ല് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ദ സൈഡ്, ഈ ഫോഗ് കമ്പാർട്ട്മെൻറ്റിൻ്റെ എബോവ് പോർഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റഡ് ഡിസൈനിലാണ് നമ്മൾ കർവ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്യുവർലി ഹാൻഡ് മെയ്ഡ് ഡിസൈനാണ്. അതേപോലെ തന്നെ ബമ്പറിൻ്റെ ലോവർ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ നോർമലി സിംഗിൾ ലിപ്പിൽ വരുന്ന സാധനം നമ്മൾ ഡബിൾ ലിപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ബമ്പറിനെ കുറച്ചുകൂടെ ഒരു ലോവേഡ് ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. സോ കമ്മിങ് ടു ദ ഫോഗ് ആൻഡ് കമ്പാർട്ട്മെൻറ്റ്, നമ്മൾ ഈ ഒരു പോർഷൻ ഫോഗിൻ്റെ ഡോട്ടഡ് LED വരുന്ന ഒരു പോർഷൻ ഒരു സെപ്പറേറ്റ് മോഡ്യൂളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോഗിൻ്റെ പോർഷൻ, ഫോഗ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഫോഗ് അല്ലെങ്കിൽ പ്രൊജക്ടർ ലെൻസിൽ നമ്മൾ റെഡ് കസ്റ്റം ഡെമണൈ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ബമ്പറിൻ്റെ കാര്യം പറയുമ്പോൾ നോർമലി ഒരു ഫൈബർ കസ്റ്റം ചെയ്തിരിക്കുന്ന ബമ്പർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ നമ്മളിവിടെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് മോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാറ്റാണ്. ലൈക്ക് ഇതിൻ്റെ ഗ്രില്ല് സെപ്പറേറ്റ് ആണ്, അതേപോലെ തന്നെ ഈ ഫോഗിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പോയിൻറ്റഡ് കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആണ്. സോ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു കസ്റ്റം കിറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈൻ പെർഫെക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ ഫിറ്റ്മെൻറ്റിൻ്റെ ഒരു ആക്യുറസിയും നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. സോ കമ്മിങ് ടു ദ ഹെഡ്ലൈറ്റ് പോർഷൻ, നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് പ്യുവർലി കസ്റ്റമൈസ്ഡ് മോഡലാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മളിതൊരു ഡ്യുവൽ പ്രൊജക്ടർ അസംബ്ലിയിലാണ് നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 2 സ്ട്രിപ്സ് ടൈപ്പ് DRL നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മേജറായിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇതൊരു മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ കംപ്ലീറ്റ് ഒരു ഹൗസിങ്, ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൗസിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ബ്ലാക്ക് ABS പ്ലാസ്റ്റിക്കിൽ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ വെഹിക്കിളിൻ്റെ സൈഡ് വ്യൂവിലേക്ക് നമുക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന കസ്റ്റം വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് സ്കേർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പോർട്ടി ഫിനിഷിലുള്ള സൈഡ് സ്കേർട്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡ് സ്കേർട്ടിൻ്റെ വൺ എൻഡ് ടു അനദർ എൻറ്റയർലി ഫോം ചെയ്തിരിക്കുന്ന ഒരു ലിപ്പ് കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സൈഡ് സ്കേർട്സിൽ വന്നിരിക്കുന്നത്. സോ കമ്മിങ് ടു ദ വീൽ സെഗ്മെൻറ്റ്, ആസ് പെർ കസ്റ്റമർ റിക്വയർമെൻറ്റ്സിന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വീല് 18/8.5Jയുടെ ഒരു വീലാണ്. അത് IVR റേസിംഗ് ബ്രാൻഡിൻ്റെ വീൽസാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളത് ലോഡ് ചെയ്തിരിക്കുന്നത് യോക്കോഹാമ 235/50 R18 ടയേഴ്സിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ വെഹിക്കിളിൻ്റെ റിയർ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് ബമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു അഗ്രസീവ്നെസ് നമ്മൾ റിയർ പാർട്ടിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മോഡിഫിക്കേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മേജറായിട്ട് നമ്മുടെ ഈ റിയർ ബമ്പറിൽ ചെയ്തിരിക്കുന്ന കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂസർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു സ്പ്ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു അഡീഷണൽ ലെയർ കൂടെ നമ്മൾ ആ റിയർ ബമ്പറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ആ വണ്ടിയെ കുറച്ചുകൂടെ ലോവർ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ആക്രോപോവിക്കിൻ്റെ ഡ്യുവൽ ടെയിൽ പൈപ്പ് മഫ്ലർ ടിപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ വെഹിക്കിളിൽ. ദെൻ അതേപോലെ നമുക്കൊരു സ്കൂപ്പ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് എബോവ് ദ ഡിഫ്യൂസറിൽ 2 സൈഡ് എൻഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പ്ലിറ്റേഴ്സ് പോലെ ലിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് ടു ദ ടെയിൽ ലൈറ്റ് സെഗ്മെൻറ്റ്, നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്മോക്ഡ് വേർഷൻ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡിക്കിയിൽ സെൻറ്റർ ഗാർണിഷ് LED സ്ട്രിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെയിൽ ലൈറ്റ് അസംബ്ലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഒരു മെട്രിക്സ് മോഡൽ ഇൻഡിക്കേറ്റേഴ്സാണ്. അതേപോലെ തന്നെ പ്യുവർലി സ്മോക്ഡ് വേർഷനാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ റിയർ പാർട്ടിലേക്ക് വരുമ്പോൾ ഫൈനലി നമുക്ക് വരുന്നത് ഒരു റിയർ സ്പോർട്ടി വിങ് സ്പോയിലറാണ്. ഇത് പ്യുവർലി കസ്റ്റം മോഡലാണ്. ബട്ട് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് സ്പോയിലറിന് വരുന്ന അതേ എക്സാക്റ്റ് ഫിറ്റ്മെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റ സ്റ്റോക്ക് വെഹിക്കിളിൽ പോലും നമുക്ക് ഈ ഒരു സ്പോയിലർ വളരെ ഈസി ആയിട്ട് വളരെ പെർഫെക്ഷനായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മേജറായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മേജറായിട്ട് അതിൻ്റെ സ്റ്റോക്ക് സീറ്റിനെ നമ്മളൊരു കസ്റ്റം മോഡലിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ചെയ്തേക്കുന്ന മെറ്റീരിയൽ വെസൻസിയ എന്ന് പറയുന്ന മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ അതൊരു റെഡ് വൈൻ ഫിനിഷിലാണ് കസ്റ്റം സീറ്റ്സിൻ്റെ ഒരു ഫിനിഷ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
സോ അപ്പാർട്ട് ഫ്രം ദ കസ്റ്റം സീറ്റിംഗ് പിന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഹൈഡ്രോ ഡിപ്പിംഗ് ആണ്. ഹൈഡ്രോ ഡിപ്പിങ്ങിൽ ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഫോർജ്ഡ് കാർബൺ ഫിനിഷിലും എക്സ്റ്റീരിയറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കാർബൺ ഫൈബർ ഫിനിഷിലുമാണ്. ഇൻസൈഡിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന കംപ്ലീറ്റ് ട്രിംസ് ഇൻക്ലൂഡിങ് സ്റ്റിയറിംഗ് പോർഷൻ നമ്മൾ ഫോർജ്ഡ് കാർബൺ ടെക്സ്ചറിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിൽസ്, അതേപോലെ തന്നെ സൈഡ് മിറേഴ്സ് ആൻഡ് ടൊയോട്ട ലോഗോ, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ കാർബൺ ഫൈബർ ഫിനിഷിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ ഡിസ്കസിങ് അബൌട്ട് ദ പെർഫോമൻസ് പാർട്ട്, നമുക്ക് ഈ വണ്ടി കിട്ടിയ സമയത്ത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതിൽ ഗിയർ ട്രാൻസിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പവറിലും അതുപോലെ തന്നെ വണ്ടി പുള്ളിങ്ങിലൊക്കെ ഒരുപാട് ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് സ്റ്റേജ് 1 ലെവൽ റീമാപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റീമാപ്പിങ്ങിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു 100-120 കിലോമീറ്റർ എബോവ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പവറിലും ടോർക്കിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഡ്രൈവിൽ തന്നെ ഫീൽ ചെയ്യും. സോ വിതൗട്ട് എനി അപ്ഗ്രേഡ്സ് ഓൺ ദ ഹാർഡ്വെയർ പാർട്ട് നമുക്കൊരു സ്റ്റേജ് 1 ലെവൽ ട്യൂണിങ് കൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു പെർഫോമൻസ് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ കമ്മിങ് ടു ദ എക്സ്റ്റീരിയർ ഔട്ട്ലുക്ക്, നമ്മൾ ഈ വെഹിക്കിൾ സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത് പേൾ വൈറ്റ് ഫിനിഷ് ആയിരുന്നു. നമ്മളത് കംപ്ലീറ്റ്ലി റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നത് നാർഡോ ഗ്രേ ഫിനിഷിലേക്കാണ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. അതേപോലെ തന്നെ റൂഫ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അപ്പോൾ ഈ ഒരു നാർഡോ ഗ്രേ ഫിനിഷിലേക്ക് വണ്ടി എത്തുമ്പോൾ തന്നെ ആ ഒരു കിറ്റിൻ്റെ അഗ്രസീവ്നെസ് അത്രത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സൈഡ് മിറർ വരുമ്പോൾ, സൈഡ് മിറർ നമ്മൾ ചെയ്തിട്ടുള്ളത് കാർബൺ ഫൈബർ ഫിനിഷിലാണ് ഡിപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിനകത്തിൽ നമ്മൾ ഒരു മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ DRLൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ സീരീസിൽ ലാംബോ യൂറസ് ഡിസൈൻ കസ്റ്റം ബോഡി കിറ്റ് ചെയ്ത ഇന്ത്യയിലെ ഫസ്റ്റ് വെഹിക്കിളാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയിൽ ഈ ഒരു എൻ്റയർ ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റീരിയർ കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 to 7 lakh ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. പാൻ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലേക്കും ഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് 2016 തൊട്ട് റീസെൻ്റ്ലി വന്നിരിക്കുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയിൽ നമുക്ക് പെർഫെക്റ്റ്ലി സ്യൂട്ടബിൾ ആണ്. അപ്പോൾ കിറ്റ് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, Icon60 AutoCustoms India. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.